ആരാണ് ഈ ദ്രോഹം ചെയ്തത്? അപ്പുക്കുറുപ്പ്. അല്ലാതാരാ? അയാൾ ഈ നാട് നശിപ്പിക്കുമെന്ന് ശപഥം ചെയ്തിരിക്കുകയാണ്. എന്റെ കൊച്ചമ്പ്രാന്. കരയാതെ ചാത്ത, അമ്മണിയുടെ മരണത്തിന് ഞാൻ പകരം ചോദിക്കുക തന്നെ ചെയ്യും. നിന്നെ രക്ഷിക്കാൻ ഒരു പട്ടിയും വരാൻ പോകുന്നു. മകനും ഞാൻ വേറെ ജോലി കൊടുത്തു. എല്ലാം കേട്ടിക്കോ ഇത് മണ്ടന്മാരെ. ആ വേഗം കേട്ടി ഞാൻ തറക്കി പിടിച്ചോ. വായിക്കൊണ്ട് നോക്കിക്കൊണ്ടിരിക്കാൻ ഓരോ ഇവിടെ നിങ്ങൾ തള്ളി ഇട്ട് കൊടുക്കില്ല. നോക്കിക്കൊണ്ടിരിക്കാതെ കേട്ടിക്കോ. ഈ ചെലപ്പോൾ ഒരുത്തിന് ഇവിടെ കേൾക്കാൻ പോകുന്നടി. കൊണ്ടുപോകാൻ കാണിച്ചു തരാൻ എവിടെ കൊണ്ടുപോകുന്നു.
അയ്യോ 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 എന്നെ തള്ളല്ലേ അയ്യോ 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 മധു ഇന്നിനെ അടിക്കരുതേ. ഭയപ്പെടണ്ട, നിന്നെ ഞാൻ അത്ര വേഗം കൊല്ലില്ല. വളരെയധികം കണക്കുകൾ നമ്മൾ തമ്മിൽ പറഞ്ഞു തീർക്കാനുണ്ട്. ദൈവമേ, ഇപ്പൊ ദൈവം എന്റെ കൂടെയാണ്. സത്യം പറ, ആരാണ് ജാനുവിനെ കൊന്നത്? ഞാനാണ് കൊന്നത്. പട്ടി, ആരാണ് എന്റെ ചെറിയച്ഛനെ കൊന്നത്? ഞാൻ തന്നെയാണ് അദ്ദേഹത്തെയും കൊന്നത്. സ്കൂളിനെ ജീവിപ്പിച്ചതും പണ്ട് മുറിപ്പിച്ചതും നീയല്ലേ? അതെ അതെ. അയ്യോ എന്നെ കൊല്ലരുത്. ഇനി നിനക്ക് സമാധാനമായി മരിക്കാം. അയ്യോ 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 അയ്യോ. മധു, പാടില്ല മധു. അയാളെ ഞങ്ങൾക്ക് വിട്ടുതരണം. ഇൻസ്പെക്ടർ, നിങ്ങൾക്കറിയില്ല, ഇവൻ എന്റെ ജീവിതം തകർത്തവനാണ്. എന്റെ എല്ലാം അവൻ തട്ടിയെടുത്തു. മധു, be quiet. ഒരു ദുഃഖവാർത്ത അറിയിക്കാനാണ് ഞാൻ വന്നിരിക്കുന്നത്. എനിക്ക് പ്രൊമോഷൻ കിട്ടി. പ്രമോഷൻ കിട്ടിയെന്നത് ദുഃഖവാർത്തയാണോ? അതെ, പ്രൊമോഷനോടൊപ്പം സ്ഥലമാറ്റവും ഉണ്ട്. അപ്പോ ഞങ്ങളെയൊക്കെ വിട്ടുപോകാൻ തന്നെ അങ്ങ് തീരുമാനിച്ചു? പോകാതിരിക്കാൻ പറ്റില്ല മധു. ഞാനൊരു ഗവൺമെന്റ് ഉദ്യോഗസ്ഥനല്ല. ചുമ്മാതല്ല ആളുകൾ പറയുന്നത് പോലീസ് ഉദ്യോഗസ്ഥന്മാർ സ്വാർത്ഥന്മാരാണ്. ഇത്ര പെട്ടെന്ന് ഞങ്ങളെയൊക്കെ വിട്ടുപോകാൻ തന്നെ അങ്ങ് തീരുമാനിച്ചു? ഞാൻ എവിടെ പോയാലും ഇവിടുത്തെ ആളുകളെയും ഈ ഗ്രാമത്തെയും ഓർക്കും. എനിക്ക് മധുവിനെയും മധുവിന് എന്നെയും മറക്കാൻ കഴിയുമോ? നമസ്കാരം. നമസ്കാരം. മധുവിനെ കാണാനില്ലല്ലോ. രാവിലെ പുറത്തുപോയതാണ്. ഇങ്ങോട്ട് വന്നതാവുമെന്ന് ഞാൻ കരുതി. മധു എന്നോട് പിണക്കത്തിലാണ്. എത്ര പറഞ്ഞാലും മനസ്സിലാവില്ല. പാവം. സ്നേഹിക്കപ്പെടാനുള്ള അത്യാർത്ഥിയാണ് മധുവിന്റെ ഏറ്റവും വലിയ ദൗർബല്യം. രാധേ, മധുവിനെന്നും നിറഞ്ഞ സ്നേഹം നൽകും. മധു എവിടെയായിരുന്നു? ഞങ്ങൾ എത്ര നേരമായി കാത്തിരിക്കുന്നു. 6 മണിക്കൂർ ബോട്ടിലിരിക്കണ്ടേ? വഴിയിൽ ആഹാരം കിട്ടും. എന്ത് കഴിക്കാൻ? വായുവോ? എന്താ തുറച്ചു നോക്കുന്നത്? നിങ്ങൾ പോയതുകൊണ്ട് എനിക്കൊരു ചുക്കം വരാനില്ല. നിങ്ങളൊക്കെ വലിയ ആളുകൾ. ഇഷ്ടമുള്ളിടത്ത് വരാം, ഇഷ്ടമുള്ളിടത്ത് പോകാം. എനിക്ക് ആരുമില്ല. ഞാൻ എന്നും ഒരു ഒറ്റയാണ്. മധു, അപ്പൊ ഞാൻ വരട്ടെ. വേഗം.